രാമപുരം എന്ന സ്ഥലത്ത് താമസിച്ചിരുന്ന സന്തോഷവതിയായ ഒരു പൂച്ചയായിരുന്നു പെന്നി. ഹോ, വല്ലാതെ വിശക്കുന്നു. ചേച്ചിയുടെ കടയിൽ പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. ഹായ്, നല്ല രുചിയുള്ള ടൂണ. വയറ് നിറഞ്ഞു. ഇനി വീട്ടിൽ പോയി കുറച്ച് വിശ്രമിക്കാം. എന്താ അവിടെ ഒരു ശബ്ദം? ഒന്ന് പോയി നോക്കാം. അയ്യോ, ഒരു പൂച്ചക്കുഞ്ഞല്ലേ അത്? എന്താ മോനെ നിന്റെ പേര്? എവിടെയാണ് നിന്റെ വീട്? എൻ്റെ പേര് ഫ്ലഫി എന്ന. എൻ്റെ വീട്ടിലേക്കുള്ള വഴി എനിക്കറിയില്ല. സാരമില്ല മോനെ, വിഷമിക്കണ്ട. എനിക്കിവിടെ നിന്നിട്ട് പേടിയാവുന്നു. എൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള വഴിയും എനിക്കറിയില്ല. ഞാൻ ഇനി എന്ത് ചെയ്യാനാ? വിഷമിക്കേണ്ട, മോൻ്റെ വീട് നമുക്ക് ഒരുമിച്ച് അന്വേഷിച്ച് കണ്ടുപിടിക്കാം. ഈ നാട്ടിലെ ഒട്ടുമിക്ക വീടുകളും എനിക്കറിയാം. നമുക്കിപ്പോൾ തന്നെ പോകാം. ഇവിടെ അടുത്തായി എൻ്റെ കുറേ കൂട്ടുകാരുണ്ട്. അവരോട് നമുക്ക് തിരക്കാം. മോൻ വിഷമിക്കണ്ട, എങ്ങനെയായാലും നമുക്കിന്ന് തന്നെ വീട് കണ്ടെത്താം. മോൻ ക്ഷീണിച്ചതല്ലേ? കുറച്ച് ദൂരം ഞാൻ എടുത്തുകൊണ്ട് നടക്കാം. എൻ്റെ ചേച്ചിയും ഒഴിവ് ദിവസങ്ങളിൽ എന്നെ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു. കഥകൾ പറഞ്ഞു തരുമായിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു. അവരെയൊക്കെ കാണുമായിരുന്നു. എനിക്ക് ഓർത്തിട്ട് വിഷമം വരുന്നു. ഇനി എന്നാ എൻ്റെ ചേച്ചിയും കൂട്ടുകാരെയൊക്കെ എനിക്ക് കാണാൻ കഴിയുന്നത്? നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്താം. പെന്നി ഫ്ലഫിയെ ഓരോ വീടുകളിലും കൊണ്ടുപോയി അന്വേഷിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഫ്ലഫിയുടെ വീട് കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല. അവിടെയുള്ളവർക്കെല്ലാം ഫ്ലഫിയെ ഒരുപാട് ഇഷ്ടമായി. പെന്നി നല്ല പൂച്ചക്കുട്ടി. ഇവൻ്റെ വീട്ടുകാരെ കണ്ടു കിട്ടിയില്ലെങ്കിൽ സാരമില്ല, ഞാൻ ഇവനെ നോക്കിക്കോളാം. മുത്തശ്ശി, എന്ത് നല്ല പൂച്ചക്കുട്ടി, നമുക്കിതിനെ വളർത്തിയാലോ? എല്ലാവർക്കും ഫ്ലഫിയെ ഒരുപാട് ഇഷ്ടമായി. എന്നാൽ ഫ്ലഫിക്ക് തൻ്റെ വീട് കണ്ടെത്താത്തതിൽ അതിയായ സങ്കടമായിരുന്നു. അവർ വീണ്ടും അന്വേഷണം തുടർന്നുകൊണ്ടേയിരുന്നു. നേരം വൈകി തുടങ്ങി. ഫ്ലഫിക്ക് വളരെ വിഷമമായി. ഫ്ലഫിയുടെ വിഷമം കണ്ട് പെന്നി അവനെ ആശ്വസിപ്പിച്ചു. മോനെ, നീ വിഷമിക്കണ്ട. എന്തായാലും ഈ രാത്രി നിന്നെ ഞാൻ തനിച്ചാക്കില്ല. നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാം. എൻ്റെ ഒരു സുഹൃത്തിനോട് ഞാൻ നിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അവൻ നമ്മളെ സഹായിക്കും. അതാ അവൻ വന്നല്ലോ. ബ്ലാക്കി, ഇതാണ് ഞാൻ പറഞ്ഞ ഫ്ലഫി. ഫ്ലഫി, ഞാൻ ഇവനെ കണ്ടിട്ടുണ്ട്. അവിടെ സ്കൂളിനടുത്തുള്ള വീട്ടിലെ പൂച്ചക്കുഞ്ഞിനെ നഷ്ടപ്പെട്ടിട്ട് അവർ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഇവൻ ആ വീട്ടിലെ ആവാനാണ് സാധ്യത. അതെയോ? എന്നാൽ നമുക്ക് നാളെ രാവിലെ തന്നെ പോയി തിരക്കാം. അതാണ് ഞാൻ പറഞ്ഞ വീട്. അതാ വീട്ടുകാരൊക്കെ പുറത്തു തന്നെയുണ്ട്. ഫ്ലഫി മോനെ, ഞാൻ ഇനി എവിടെ അന്വേഷിക്കും? മോനെ, നീ എവിടെയാ? ഞാനിവിടെ ഉണ്ട് ചേച്ചി. ഫ്ലഫി മോനെ. മോനെ ഫ്ലഫി, നീ എവിടെയായിരുന്നു? ഞങ്ങൾ പേടിച്ചു പോയി. ഇനി നീ ഒരിക്കലും പറയാതെ എങ്ങോട്ട് പോകരുത്. ഫ്ലഫിയെ തിരിച്ചു കിട്ടിയതിൽ വീട്ടുകാർക്ക് ഒരുപാട് സന്തോഷമായി. അവർ പെന്നിയെയും ബ്ലാക്കിയെയും വിരുന്നിനായി ക്ഷണിച്ചു. അവരെല്ലാവരും ചേർന്ന് സൗഹൃദം പങ്കുവയ്ക്കുകയും ആഹാരം കഴിക്കുകയും ചെയ്തു. അന്നു മുതൽ പെന്നിയും ബ്ലാക്കിയും ഫ്ലഫിയും ഉറ്റ സുഹൃത്തുക്കളായി സന്തോഷത്തോടെ കഴിഞ്ഞു.